നമസ്കാരം. അപ്പൊ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം പുളിയിഞ്ചി അല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്നത് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? അതിലും സ്വാദിഷ്ടമായ ഒരു സാധനം എന്താ? ഇവ വെച്ച് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് മാമ്പഴ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സംഭവം ഇഞ്ചിക്കറിയൊക്കെ മാറി നിൽക്കും, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ആദ്യം വേണ്ടത് മാമ്പഴമാണ്. ഒരു മുഴുവൻ മാമ്പഴമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. മാങ്ങയ്ക്ക് പുളിപ്പുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഉപ്പ് വേണം, വെല്ലം അല്ലെങ്കിൽ ശർക്കര പാനിയാക്കി വെച്ചത്, മുളക് പൊടി, വറ്റൽ മുളക്, കറിവേപ്പില. ഞാന് ഒരു ഗ്ലാസ് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇത് ഒരു 2 കിലോയ്ക്കോ 3 കിലോ മാങ്ങയ്ക്കൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാൻ മൺചട്ടിയാണ് നല്ലത്. ഒന്ന് ചട്ടി ചൂടാകുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് എണ്ണ ഉപയോഗിച്ചുണ്ടാക്കാം. ഇത് എണ്ണയൊന്നും ഇട്ടില്ല. ഇപ്പൊ നെയ്യൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു ഇൻഗ്രീഡിയൻസിന്റെ രീതി പറയാത്തത്. എന്തായാലും ഇതൊന്ന് ചൂടായി വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടെ നമ്മുടെ മാങ്ങ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പൊ നിങ്ങൾ എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ചുമ്മാ ഒന്ന് ചൂടാവുന്ന ചട്ടിയിലേക്ക് മാമ്പഴം ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചൂടായി തുടങ്ങും, വെന്ത് തുടങ്ങും. അതിലേക്കൊരു 1, 2, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിങ്ങനെ ഒന്ന് ഇളക്കി ഉടനെ നമ്മളൊന്ന് ഇളക്കി ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെല്ലം 1, 2, 3 വലിയൊരു സ്പൂണിൽ ഇട്ട് കൊടുക്കുകയാണ്. മധുരം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോഴത്തേന് അപ്പൊ തന്നെ നമ്മുടെ തേങ്ങ മുഴുവനായിട്ട് അരച്ചു കൊടുത്ത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിനി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. വറവിട്ടാൽ മതി. വറവിടുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ എന്താ പറയാ, ഒന്ന് വരണ്ട് വരുന്ന രീതിയിലേക്ക് വെക്കുക. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല. ഇതിങ്ങനെ വറ്റി വരുന്നത് വരെ അപ്പൊ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ആ വെള്ളം എല്ലാം പോയി ഒരു കൺസിസ്റ്റൻസി, ഒരു തിക്നെസ് വരും. നമുക്ക് ഈ ഒരു പരുവം ആവുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. ഓഫാക്കി വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് വറവ് ഇടുന്നുണ്ട്. കറിവേപ്പിലയും ഞാനിതിലേക്ക് എന്താ പറയാ, വറവിൽ നിങ്ങൾ കണ്ടാ അറിയാം, കറിവേപ്പിലയും മുളകും മസ്റ്റാർഡും കൂടെ ഇട്ടിട്ടാണ് വറവിട്ടിരിക്കുന്നത്. വറവിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതങ്ങ് ഓഫാക്കി വെക്കുക. അപ്പൊ ഇതേ നമ്മുടെ മാമ്പഴ പച്ചടി തയ്യാറായിട്ടുണ്ട്. സദ്യയുടെ കൂടെ കഴിക്കാം, അല്ലാതെ ചോറിന്റെ കൂടെ കഴിക്കാം. ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കുവാണെങ്കിൽ 1 ആഴ്ച വരെ ഫ്രിഡ്ജിൽ പോലും വെക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.